ഹലോ ഗൈസ്. അപ്പൊ ഇത് നമ്മുടെ ഒരു ജൂനിയർ ഫ്രഷറിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പൊ നമ്മളാണ് പിള്ളേര് സർപ്രൈസ് കൊടുക്കാനായിട്ട് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ വേണം ഈ കൊച്ചു സർപ്രൈസ്ഡ് ആവണം. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലന്റെ ഒരേ ഒരു അനിയത്തി, അലന്റെ ഏക അനിയത്തി എബിലിന് എവിടെയൊക്കെ ഇരിക്കാം. എബിലിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ രാത്രിയിൽ നമ്മൾ കേക്ക് ഉണ്ട്. ഓക്കെ, അതിന്റെ വീഡിയോ. ഓക്കെ, അന്ന് വിളിക്കുന്നു. ഓക്കെ, കേക്ക് അന്ന് നമുക്കിവിടെ താഴെ വെച്ചിട്ടോ. നമുക്ക് താഴത്തെ റൂമിലെ പിള്ളേരുടെ കയ്യിലൊന്ന് കൊടുത്തിച്ച് പോകാം കേട്ടോ. ഓക്കെ ഒന്നുമില്ല, അങ്ങോട്ട് പോകാം. ഇങ്ങോട്ടാ വഴി തെറ്റിപ്പോരുത്. അവിടെ നമ്മൾ 6 റൂമിൽ കൊടുക്കുമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് റൂമിൽ കിടക്കാം. ഇതൊന്ന് അതിൻ്റെ വ്ളോഗാണ്. അപ്പം നമ്മൾ ഇവരുടെ റൂമിലാണ്. നിങ്ങൾ അവർ ഉറങ്ങുന്നില്ല. ഇവരുടെ എപ്പോഴും റൂമിൽ കൊണ്ട് സേഫ് ആയിട്ട് വെക്കണം കേട്ടോ. ഇത് നമ്മുടെ ആദ്യ അത് കുഴപ്പമില്ല. ഞങ്ങളൊക്കെ മൈനർ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നു. നോക്ക്, എന്താ സർജറി ഒന്നും അറിഞ്ഞില്ല. നമുക്ക് കേക്ക് കൊണ്ട് വെച്ചിട്ട് വരാം. ചേച്ചി, എന്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത്? ഞാനാണ് ചേച്ചി ഇവിടുന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്തത്. ചേച്ചിക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞത് ഞാൻ ഓടിച്ചത് യൂട്യൂബ് തെരഞ്ഞു പുറകെ കണ്ടുപിടിച്ചു. പാവം, അത് ഞാൻ ട്രീറ്റ് പോലും കൊടുത്തില്ല. എന്നിട്ട് എന്നെ ഒന്നും കേക്ക് കിട്ടാൻ വിളിച്ചില്ല ഗൈസ്. ഞാൻ എല്ലാത്തിനും ലൈക്ക് ഇടുമ്പോ സ്പോട്ടിന്. ഗൈസ്, അടുത്ത വട്ടം ആയിക്കോട്ടെ. ഞാൻ മണ്ടയ്ക്കുള്ള പിള്ളേരെ മാത്രം വിളിച്ചുള്ളത്. ഇനിയിപ്പോ താഴെ പിള്ളേരെ സബ്സ്ക്രൈബേഴ്സായി, വലിയ യൂട്യൂബേഴ്സായി. ഓക്കെ, മെർലിൻ ചേച്ചിയാണ് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു പ്രചോദനം. തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ വീഡിയോ ഇല്ല ഗൈസ്. പേര് ഗൈസ് തുടങ്ങുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടോ. തുടങ്ങുമ്പോൾ ഞങ്ങൾ മെർലിൻ ചേച്ചിയുടെ സപ്പോർട്ടും എല്ലാം ചെയ്യും. ഓക്കെ വയ്യ ഗൈസ്, അങ്ങനെ എന്റെ കണ്ടോ ഗൈസ്, റെസ്റ്റ് ഗൈസ്. സത്യം ഭയങ്കര ഓക്കെ ഗൈസ്. കേക്ക് വെച്ചിട്ട് അപ്പൊ ഗൈസ് നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ കേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. യെസ്, ഇനി നമുക്ക് രാത്രി ആരും കാണാതെ രാത്രി കാണാം. രാത്രിയിൽ ഇല്ല ഗൈസ്, എല്ലാ പ്ലാനും ഇട്ടിട്ട് നിൽക്കുന്ന 12 മണിയായിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് റൂമില്ല, അതുകൊണ്ട് നമ്മൾ റൂമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ആ സ്റ്റെപ്പിൻ്റെ മണ്ടയ്ക്കാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇവിടെ കേട്ടാ പാടല്ലേ, മിണ്ടരുത്, മിണ്ടാതെ ചെയ്തോളൂ. മുറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? നീയല്ലേ നീ വാതറന്നാ തീർന്നു കേട്ടോ. നീ വാതറക്കരുത്, ആര് വാതറന്നാലും. എനിക്കും അതവിടെ കൈ വരയ്ക്കുന്നത്. എനിക്കതിങ്ങനെ തുറന്നിട്ടില്ല. നീ മനുഷ്യനല്ല. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേസ്. എൻ്റെ കണ്ണിൽ എന്തൊക്കെ വീണ് കുറേ ഞാൻ തിരുമ്മിട്ട് കണ്ണൊക്കെ ഇപ്പം ചുമന്ന് പണ്ടരടങ്ങിയിരിക്കണം. നമുക്ക് പോയി കേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. കേക്ക് എടുക്കാൻ പോകണം. അവളിപ്പോൾ ഉറങ്ങി കാണുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യടാ? ഇല്ല, നമ്മളെ ഒരിക്കലും ചതിക്കത്തില്ല കേസ്. ഇവിടെ ഒച്ച പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ബർത്ത്ഡേ എക്സാം ഉറങ്ങി കാണത്തില്ല. അവൾ ഇറങ്ങിയൊന്നും കാണത്തില്ല. നോക്കാം കേസ്. ഇത് അതിരി കടക്ക് പുറത്ത് എന്തിയടി കേക്ക് എടുത്തോണ്ട് ബൈ. ഞാൻ കണ്ണിൽ മരുന്നിട്ട് ഒരു സൈഡ് മങ്ങിയിരിക്കുവോ. ഇവിടെ അങ്ങനെ മൊത്തം കൊണ്ടുവരല്ലേ, ഒരു വാർഡ് നിറച്ചുള്ള പിള്ളേരുണ്ട്. ഇല്ല, ചാളടിക്കണക്ക് പിള്ളേർ. എഡിറ്റ് വന്ന് നമുക്ക് കേക്ക് തന്നിട്ടുണ്ട്. ഇതിനെ പറഞ്ഞ് മിണ്ടില്ല കേട്ടോ. സോറി മോളെ കേട്ടോ, ഞങ്ങൾ മിണ്ടുന്നില്ല. നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല ഗൈസ്. ഈ ഹോസ്റ്റലിൽ എക്സാം ആയി കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ എക്സാം ആയി കഴിഞ്ഞാൽ നമ്മൾ മിണ്ടരുതെന്നാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ സീനായിരിക്കും. അതെന്നാന്നറിയോ ഗൈസ്? അതെ, അതെന്നാന്നറിയോ? അതെവിടെയായിരുന്നു? അപ്പം എന്നാന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ എക്സാം സമയത്ത് ഒച്ച ഉണ്ടാക്കി നമ്മൾ വിളിച്ചു. ഞാൻ നോക്കിയിട്ട് പറയാം, നീ നിൽക്ക്. ഇവർക്ക് റൂമില്ല ഗൈസ്. ഇവർ റൂം കിട്ടിയില്ല. 4th ഇയേഴ്സ് പോയി കഴിഞ്ഞാൽ ഇവർക്ക് റൂം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ജനുവരി ആകുമ്പോൾ ഇവർക്ക് റൂം കിട്ടും. അതുവരെ ഇവിടെ ഹാളിനകത്താണ്. ഓക്കെ, സെറ്റ്. ഇത് സെറ്റ്. പെരുതിരും കോലൊന്നും ഇല്ലേടി? കോലില്ലേ കത്തിക്കാൻ? കത്തൽ തീപ്പട്ടിയുണ്ടോ? ഉണ്ടോ? ഇതെന്തുവാ കമ്പി? ഇതെന്തുവാടി?
ഈ സാധനത്തിന് കോർക്കുന്ന സാധനം കൊച്ചിനെ ഇനി മനസ്സിലാവൂ. എനിക്കിപ്പം എന്നാ മനസ്സിലാവുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്നും കാണുന്നില്ല കേട്ടോ കൊച്ചിൻ്റെ. ഇത് കാണുന്നില്ല ഇവിടുത്തെ ലൈറ്റ് എന്നിട്ട്. ഒരാളെ പറയാ ഹാപ്പി ബർത്ത്ഡേ പാടുള്ളവര്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അഭിമോനെ ഇവര് കൈസ് വിടാൻ പറ്റത്തില്ല. കൈസ് ഒരക്ഷരം പോലെ ഞങ്ങൾ വിണ്ടാമ്പളത്തിലാണ് കൈസ് താമസിക്കുന്നത്. ഇതുപോലെ കേട്ട് ബർത്ത്ഡേ ചോദിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. സത്യം കേട്ടോ. പോയത് ഒരക്ഷരം വിട്ടൊരു കാര്യം. ഒരക്ഷരം വിടാൻ പറ്റത്തില്ല. ചെല്ലടി ചെല്ലി പോയി തീരും. ഇന്ന് ആരും പിടിക്കും. എങ്ങോട്ട് വരുന്ന ഞങ്ങൾ അങ്ങോട്ട് ചെലപ്പോ. അയ്യോ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലടാ അവൾക്ക് കേക്ക് കൊടുത്തിട്ട്. എടി ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലടി മോളെ. ഹാപ്പി ബർത്ത്ഡേ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ ഓക്കെ തോന്നുന്നു കേട്ടോ. അവൾക്ക് മനസ്സിലായി തിരിച്ചു ആണെന്ന് എന്നതാണ് ഒരു ബർത്ത്ഡേ ആയിട്ട് ഇത് കാണുന്ന അലൻ അവള് പറഞ്ഞത് അവൾക്ക് അനിയത്തി സന്തോഷം അനിയത്തിക്ക്. ഞങ്ങൾ പോയി കേക്ക് എന്നിട്ടാണ് കേട്ടോ. കേക്ക് കാണുന്നില്ല. കേക്ക് കഴിച്ചു. സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ള എന്നാ കേക്ക് രണ്ടു പേർക്ക് പറ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈഫിലെ ഇങ്ങനെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ ആദ്യമായിട്ടാണ്. അതിന്റെ സന്തോഷം മുഖത്ത് അതിന്റെ കാരണം ഞാനാണ്. ഞാൻ എന്തായാലും അഭിനയിച്ചു. എനിക്കറിയാത്ത ഇങ്ങനെ അവർക്കും കൂടെ നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെലവ് അല്ലേ? നാളെ നമുക്ക് എല്ലാവർക്കും ചെലവ്. ഓക്കെ ഓക്കെ പറ. ചേട്ടൻ തരുവേ. പിന്നെ ചേട്ടൻ പിന്നെ ഇപ്പൊ നോക്കിയില്ല. ചേട്ടൻ ഈ ബ്ലോഗ് കാണുമ്പോൾ ഞങ്ങൾക്ക് ചെലവ് 5 മിനിറ്റ് പുറത്തിറങ്ങാൻ പറ്റും. കോളേജിൽ വരിക നാളെ. നാളെ എന്നെ കാണാനുള്ള കഴിഞ്ഞെല്ലാം കഴിഞ്ഞു.
അപ്പം വെരി വെരി താങ്ക് യു ടു എവരി വൺ. ഇതിന് സഹകരിച്ച മെർലിൻ ചേച്ചി, തീർത്ഥ ചേച്ചി, ഷിജി ചേച്ചി, താങ്ക് യു വെരി മച്ച്. നമ്മൾ നന്ദി പറയട്ടെ. താങ്ക് യു. അതുപോലെ എന്റെ സഹപ്രവർത്തക സഹപാഠികളെ കാണിക്കും. ഇത് അക്ഷയ, പാത്തു, സിയ, അർച്ചന, എബിലി, അലീന, സ്നേഹ, അലീന. അതുപോലെ ചേച്ചിമാരായ തീർത്ഥ ചേച്ചിക്കും മെർലിൻ ചേച്ചിക്കും കേട്ടോ. ഷിജി കണ്ടില്ല. ഷിജി അപ്പോഴും